മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വരെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്തു പഠിച്ചു. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതിനകത്ത് പ്രധാനപ്പെട്ട നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളെ പറ്റിയിട്ടാണ് അല്ലേ. അതിൽ പ്രധാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. പിന്നെ നമ്മൾ ഒന്ന് രണ്ട് പാർട്ടികളെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് കുറച്ച് റവല്യൂഷണറി ഗ്രൂപ്പുകളെ പറ്റിയിട്ടൊക്കെ ഇതുവരെ പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ സാധാരണക്കാരായിട്ടുള്ള കർഷകരും അതുപോലെ തന്നെ സാധാരണ തൊഴിലാളികളും ഈ പറയുന്ന നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ എങ്ങനെയാണ് പങ്കെടുത്തത് എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് പഠിക്കുമെന്ന് വെച്ചാൽ, നമ്മൾ അറിഞ്ഞല്ലോ വട്ടമേശ സമ്മേളനങ്ങൾ ഒരു പരാജയമായിരുന്നു. അപ്പോൾ ഈ വട്ടമേശ സമ്മേളനങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റി, കോൺഗ്രസ് വീണ്ടും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവരത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. അത് പിന്നീട് എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു, എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഒരു പാർട്ട് അല്ലെങ്കിൽ രണ്ട് പാർട്ട് കൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നോക്കാം, കർഷക മുന്നേറ്റങ്ങൾ. അപ്പോൾ അറിയാമല്ലോ, ബ്രിട്ടീഷുകാരുടെ ഈ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ആരെന്ന് ചോദിച്ചാൽ അത് കർഷകരാണ്. എന്താ അതിൻ്റെ കാരണങ്ങൾ? ഒന്ന്, ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ചുമത്തിക്കൊണ്ടിരുന്ന അമിതമായിട്ടുള്ള നികുതി. അടുത്തെന്താണ്, ഈ പറയുന്ന ജന്മിമാരുടെ ചൂഷണം. പിന്നെ എന്താണ്, ഈ പറയുന്ന നികുതി കൊടുത്തില്ലെങ്കിൽ അവരെ കുടിയൊഴിപ്പിക്കൽ. അപ്പം ലാൻഡ് ഇല്ലെങ്കിൽ കർഷകന് പിന്നെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആര് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു? കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കർഷകർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ പറയുന്ന പെസൻസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അല്ലെ, പെസന്റ് മൂവ്മെന്റ് അല്ലേ. അപ്പോൾ എന്തുവാണ്, എക്സസീവായ ടാക്സേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ ലാൻഡ് ലോഡ്സ് ആൻഡ് എവിക്ഷൻ, ഇതൊക്കെയായിരുന്നു എന്താണ് ഈ പറയുന്ന ഫാർമേഴ്സ് ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട റീസൺസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെതിരെ അവരെന്ത് ചെയ്തു, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സംഘടനകളൊക്കെ രൂപീകരിച്ചു. അതിലാദ്യം വരുന്നതാണ് കിസാൻ സഭകൾ. എന്തുവാണ് കിസാൻ സഭകൾ? 1920 കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ആൾക്കാർ പല പല സ്ഥലങ്ങളിലായിട്ട് കിസാൻ സഭകൾ രൂപീകരിച്ചു. അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് ഏക മൂവ്മെന്റ് അല്ലെങ്കിൽ ഏകതാ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ അവധ് എന്ന് പറയുന്ന ഭാഗത്താണ് അല്ലെങ്കിൽ സ്ഥലത്താണ് ഇത് രൂപീകരിക്കുന്നത്. ഇപ്പൊ ഏകതാ മൂവ്മെന്റ് എന്തായിരുന്നു? കർഷകരുടെ ഒരു ബഹുജന പ്രക്ഷോഭമായിരുന്നു. എന്നാൽ ഇത് കുറച്ചുകൂടെ ശക്തിപ്പെടുന്നത് 1936 ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണത്തോട് കൂടിയാണ്. നേതാക്കന്മാരൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒറ്റ ചെറിയ പാരഗ്രാഫിലല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതിയാവും. ഓക്കെ, അങ്ങനെ എന്ത് പറ്റി, കർഷകർ ഈ പറയുന്ന പ്രക്ഷോഭങ്ങൾ പങ്കെടുത്തു. 1940 ആയപ്പോഴത്തേക്കും എന്ത് പറ്റി, ഇവർ പ്രധാനമായിട്ടും നമ്മുടെ മുന്നേറ്റം ഈ പറയുന്ന പ്രക്ഷോഭങ്ങൾ പങ്കെടുക്കുകയും ഒരു മാസായ ജനങ്ങൾ ഈ പറയുന്ന സമരത്തിലേക്ക് വരികയും ചെയ്തു. അതിൽ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പറയണം. ഒന്ന് തേഭാഗ മൂവ്മെൻറ്റും അതുപോലെ തെലങ്കാന മൂവ്മെൻറ്റും. രണ്ടെടുത്ത് പറയേണ്ട കർഷകരുടെ ഒരു പ്രതിഷേധമായിട്ട് നമുക്ക് കണക്കാക്കാം. അതിൽ തേഭാഗ മൂവ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേഭാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഗങ്ങളാക്കി നികുതിയെ മാറ്റണം. അതായത് ഈ പറയുന്ന, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണ്ടെങ്കിൽ തേഭാഗ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഐഡിയ വേണ്ട എന്താണെന്ന്. 1946-47 നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു കാലഘട്ടത്തിൽ വന്നൊരു പ്രക്ഷോഭമാണ്. എവിടെയാണ് തേഭാഗ? ബംഗാളിൻ്റെ ഭാഗത്താണ്. ഈ ബംഗാളിലെ ലാൻഡ് ലോഡുമാരെ വിളിക്കുന്ന പേരാണ് ജ്യോതിദാഴ്സ്. എന്താണ് ജ്യോതിദാഴ്സ് എന്ന് പറയുന്ന ലാൻഡ് ലോഡ് എന്ന് വെച്ചാൽ ജമീൻ. അപ്പോൾ സാധാരണ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഷെയർ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ പാട്ടത്തിനൊക്കെ വസ്തു എടുത്തിട്ട് എന്ത് ചെയ്യും, കൃഷി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഭൂപ്രഭുക്കന്മാർക്ക് ഈ പറയുന്ന മൊത്തം കിട്ടുന്ന വരുമാനത്തിന് 2 ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് അതിലൊരു ഭാഗം ഈ പറയുന്ന ജ്യോതിദാർമാർക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞു, അല്ലെങ്കിൽ കർഷകർ പറഞ്ഞു, ഇതിന് ശരിയാവത്തില്ല. ഇതിന് തേഭാഗ എന്ന് വെച്ചാൽ 3 ഭാഗങ്ങൾ, 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ 3-ൽ 2 ഭാഗം കർഷകർക്കും അതിൽ 1 ഭാഗം ഈ പറയുന്ന ജ്യോതിദാർമാർക്ക് കൊടുക്കാമെന്ന് ആര് തീരുമാനിക്കുന്നു? കർഷകർ തീരുമാനിക്കുന്നു. പ്രക്ഷോഭത്തിൽ വരുന്നു. ഇതാണ് തേഭാഗ പ്രക്ഷോഭം. എടുത്തു പറയേണ്ട ഒന്ന്. ഇനി തെലങ്കാന മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? തെലങ്കാന ഭാഗത്തായിരിക്കും. അവിടുത്തെ ലാൻഡ് ലോഡും അതുപോലെ അവിടുത്തെ നിസാം ഉണ്ടല്ലോ. നിസാം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരിയാണല്ലോ. അപ്പോൾ നിസാമിനെയും അതുപോലെ തന്നെ ഗവൺമെൻറ് ലാൻഡ് ലോഡ്സിനൊക്കെ എതിരായിട്ട് നടത്തിയ ഒരു പ്രക്ഷോഭമാണ് തെലങ്കാന പ്രക്ഷോഭം. അപ്പോൾ ഇത്രയാണ് കർഷകരുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പെസന്റ് മൂവ്മെൻറ്റുകളായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മളോട് എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, പെസന്റ് മൂവ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു കർഷകർ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സമരം ചെയ്തത്? അമിതമായ നികുതി, അതുപോലെ തന്നെ ജന്മിമാരുടെ ചൂഷണവും അതുപോലെ കുടിയൊഴിപ്പിക്കൽ. കാരണം ബ്രിട്ടീഷുകാർ ഡയറക്റ്റായിട്ടല്ല ഇവരെ നികുതി വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിനാണ് ജന്മിമാരെ നേതൃത്വപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഈ പറയുന്ന പല നമ്മുടെ നോർത്ത് ഇന്ത്യ റൈറ്റ് വാല്യൂ സിസ്റ്റം, മഹൽ വാല്യൂ സിസ്റ്റം അല്ലേ, അങ്ങനെ പല പല സിസ്റ്റംസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ജന്മിമാരെ ഏൽപ്പിക്കും, ജന്മിമാർ വരുന്ന നികുതി വാങ്ങും, അതിലൊരു പങ്ക് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും, ഒരു പങ്ക് ജന്മിമാരെടുക്കും. അതായിരുന്നു രീതി. കാരണം മുമ്പ് ജന്മിമാരായിരുന്നു ഡയറക്റ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അവരുടെ മുകളിൽ ആര് വന്നു? ബ്രിട്ടീഷ് വന്നു. ബ്രിട്ടീഷ് പട്ടാളത്തിനൊക്കെ വിട്ടുകൊടുക്കും. അപ്പോൾ അതിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് വന്നു. ആദ്യം വന്നത് കിസാൻ സഭകൾ,
കിസാൻ സഭകൾ കുറച്ച് കഴിഞ്ഞു. അതിൽ പ്രധാനമായി പറയേണ്ട ഒന്നാണ് ഐക്യ പ്രസ്ഥാനം, ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നതാണ് എന്ത്, ഈ പറയുന്ന ഓൾ ഇന്ത്യ അഖിലേന്ത്യാ കിസാൻ സഭ വരുന്നുണ്ട്. പിന്നെ വരുന്ന രണ്ട് പ്രക്ഷോഭങ്ങൾ എടുത്തു പറയേണ്ടത് എന്താണ്, 40കളിൽ നടന്ന കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് സഹായിച്ചു. അതിലൊന്ന് രണ്ടാണെന്ത് പിൽക്കാലത്ത് വന്നത് ഈ പറയുന്ന എന്താണ് ബംഗാളിലെ തേഭാഗ സമരവും ആന്ധ്രയിലെ തെലങ്കാന സമരവുമാണ്. ജസ്റ്റ് ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തരുന്നതിൽ ബ്രിട്ടീഷുകാരെതിരെ പോരാടുന്നതിൽ കർഷകരും അവരുടേതായ പങ്കുകൾ വഹിച്ചിരുന്നു. ഏതിലൂടെ, കിസാൻ സഭകൾ, അതുപോലെ തന്നെ എന്താണ് ഏക മൂവ്മെന്റ്, ഓൾ ഇന്ത്യ കിസാൻ സഭ, തേഭാഗ, തെലങ്കാന പ്രക്ഷോഭങ്ങൾ. അപ്പോൾ ഒരു എസ്സേ ആയിട്ട് ചോദിച്ചാൽ ഇത്രയും പോയിന്റുകളായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നോട്ട് നോക്കുകയാണെങ്കിൽ, നോട്ടിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ ഞാൻ നോട്ട് പറയാൻ വിട്ടുപോയി. അപ്പോൾ നോക്കിയോ, പെസന്റ് മൂവ്മെന്റ്. അപ്പോൾ അതിൽ ആദ്യം പഠിക്കേണ്ടത് ഫാർമേഴ്സ് ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ടാക്സ് ബേർഡൻ കാര്യങ്ങൾ. ഇതിങ്ങനെ പറയാനേ പറ്റുള്ളൂ, വേറെ രസമായിട്ടൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഇതായിരുന്നു പ്രധാനപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ, ഓർത്ത് വയ്ക്കാമല്ലോ. അങ്ങനെ പ്രക്ഷോഭങ്ങളോട്ട് വരുമ്പോഴത്തേക്കും ആദ്യം വരുന്നു കിസാൻ സഭകളുടെ വരവ്. കിസാൻ സഭകൾ 1920 എന്ത് ചെയ്യുന്നത്, കിസാൻ സഭകൾ രൂപീകരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ഔദിൽ ഏക മൂവ്മെന്റ് വരുന്നുണ്ട്. 36 ആയപ്പോഴത്തേക്ക് എന്ത് വരുന്നു, ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിക്കുന്നു. ഇവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കർഷകർ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഇതിൽ ആദ്യത്തെ പ്രസിഡന്റ്, ഞാൻ പറഞ്ഞ നേതാവിന്റെ പേര് പഠിക്കണമെന്നില്ല, സഹജാനന്ദ സരസ്വതിയാണ് ഇതിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത്. സഹജാനന്ദ സരസ്വതി, പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇമ്പോർട്ടന്റ് പെസന്റ് മൂവ്മെന്റുകൾ പിന്നീട് വരുന്നുണ്ട്. 40യുടെ കാലഘട്ടത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തെലങ്കാന മൂവ്മെന്റും തേഭാഗ മൂവ്മെന്റുകളും വരുന്നു. അത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മൾ അതിലോട്ട് വരികയാണ്, ഏതോട്ട്, തൊഴിലാളികളിലോട്ട് വരികയാണ്. തൊഴിലാളികളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ നമ്മൾ മുന്നേ പഠിച്ചു. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഇന്ത്യയിലും വ്യവസായശാലകൾ വന്നു, അവിടെ തൊഴിലാളികൾ വന്നു. അതുപോലെ പോസ്റ്റ്, ടെലിഗ്രാഫ്, പട്ടാളം, ഇതിലൊക്കെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരുടെ അവസ്ഥയും മോശം തന്നെയായിരുന്നു. ഇപ്പോൾ കുറഞ്ഞ വേജസ്, അതുപോലെ എന്താണ് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരിക, അതുപോലെ എന്താണ് കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളെയും ഒക്കെ എന്ത് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതിനെതിരെ തൊഴിലാളികളുടെ ആദ്യ സംഘടന ഇന്ത്യയിൽ രൂപീകരിക്കുന്നു. അതിൻ്റെ പേരാണ് എന്ത്, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, AITUC. ഇപ്പോഴും ഉണ്ടല്ലോ AITUC, വിച്ച് ഈസ് ദ ഫസ്റ്റ് ലേബർ ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ ടു ബി ഫോംഡ് ഓൺ നാഷണൽ ബേസിസ്. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ രൂപപ്പെട്ടതാണ്. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന പോലെ തന്നെ എന്താണ് പല പല സമരങ്ങളും നടന്നിരുന്നു. റെയിൽവേ, ടെലിഗ്രാഫ് വർക്കേഴ്സിൻ്റെ സമരവും ഒക്കെ നടന്നിരുന്നു. അങ്ങനെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നേവൽ മ്യൂട്ടിനിയാണ്. നേവൽ പ്രക്ഷോഭം എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ നാവികരുടെ പ്രക്ഷോഭം എന്ന് പറയും. 46 സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുന്നേ ഈ പറയുന്ന INS തൽവാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങുന്ന ഒരു പ്രക്ഷോഭമാണിത്. ജസ്റ്റ് ഒന്നുമില്ല, കുറച്ച് വയലന്റ് ആയിട്ട് ഇവർ മാറുന്നു. ഇവർ ഈ പറയുന്ന ബ്രിട്ടീഷ് കൊടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് 46 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ചർച്ചകൾ നടക്കുകയാണ്. അത് മറുവശത്ത് നടക്കുകയാണ്. നമ്മൾ അതിൽ നിന്ന് മാറിയ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നടക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ചേർന്നിട്ട് നടത്തുന്ന, അല്ലെങ്കിൽ അവരുടെയൊക്കെ അനുഭാവികൾ നടത്തുന്ന ഒരു പ്രക്ഷോഭമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റോയൽ നേവൽ മ്യൂട്ടിനി മനസ്സിലാക്കുക. 46 നടക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്ത് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല, അല്ലേ? തൊഴിലാളി നേരിടുന്ന പ്രശ്നം അത് അന്നും ഇന്നും ഒക്കെ എന്ത് തന്നെയാണ്, കുറഞ്ഞ ശമ്പളം, കൂടുതൽ ജോലി നേരം, അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരിടുന്ന പ്രശ്നം. അപ്പോൾ അതിനെതിരെ വരുന്നു ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, AITUC. അപ്പോൾ ഒരു കാര്യം പറയാം, ഈ തെലങ്കാന തേഭാഗ പ്രക്ഷോഭം പറഞ്ഞപ്പോൾ ഈ തെലങ്കാന പ്രക്ഷോഭത്തിനകത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ AITUC പറയുമ്പോഴത്തേക്കും ആ പാർട്ടിയുടെ കാര്യം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, എങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. തെലങ്കാന മൂവ്മെന്റിലൊക്കെ ഏതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് നിൽക്കുന്നത്. അങ്ങനെ സിമ്പിൾ പോയിന്റുകൾ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മെയിൻ വിഷയത്തിലോട്ട് വരുന്നു, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലോട്ട് വന്ന കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദ ലേബേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ലോ വേജസ്, എക്സസീവ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരിടേണ്ടി വരുന്ന എക്സ്പ്ലോയിറ്റേഷൻസ്. അതിനെതിരെ വന്ന സംഘടനയാണെന്ത്, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഇവർ സ്ട്രൈക്കുകൾ നടത്തുന്നു. പ്രധാനമായി പറയേണ്ട ഒന്നാണ് റോയൽ നേവൽ മ്യൂട്ടിനി, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ നേവിയുടെ പ്രശ്നം. ഇനി നമ്മൾ ക്വിറ്റ് ഇന്ത്യയിലോട്ട് വരിക. ക്വിറ്റ് ഇന്ത്യ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ഇവിടെ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ചെറിയൊരു കഥ വീണ്ടും പറയാൻ പോവുകയാണ്. അപ്പോൾ കഥയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. കഥ ഇതാണ്, നമുക്ക് വട്ടമേശ സമ്മേളനം അഥവാ റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ എന്തായി, പൂർണ്ണ പരാജയമായി. അപ്പോൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ് കഴിഞ്ഞെത്തിയ മഹാത്മാഗാന്ധി പറയുന്നു എന്താണ്, നമുക്ക് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വീണ്ടും എന്ത് ചെയ്യണം, തുടരണം. ബ്രിട്ടീഷുകാർ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് സമരം തുടങ്ങുന്നു. സമരം വീണ്ടും ശക്തമാകുന്നു. പക്ഷേ ബ്രിട്ടീഷ് ഇത്തവണ വളരെ ശക്തമായ രീതിയിൽ ഇതിനെ അടിച്ചമർത്തുകയും ചെയ്യുന്നു.
അതായത് അവർ നല്ല രീതിയിൽ പറയുന്നു, ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്യുന്നു, ജയിലിലാക്കുന്നു, പൂനെ ജയിലിൽ ഗാന്ധിജി കിടക്കുന്നു. ആ സമയത്ത് മുസ്ലിങ്ങളെ ഹിന്ദുക്കളും തമ്മിലടിപ്പിക്കാൻ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഡിപ്രസ്ഡ് ക്ലാസ്സുകാർക്ക്, മുസ്ലിങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റും പരിപാടിയൊക്കെ കൊണ്ടുവരുന്ന ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനെതിരെ ഗാന്ധിജിയുടെ പട്ടിണി സമരമൊക്കെ കിടക്കുന്നു. പിന്നീട് ഈ പറയുന്ന പൂന പാക്റ്റൊക്കെ ഒപ്പുവെച്ച് പ്രശ്നങ്ങൾ പോകുന്നു. അങ്ങനെ വർഷം 35 1935 ആയപ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി എന്താണ്, ഇന്ത്യക്കാരെ ഇതേപോലെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവർ പ്രക്ഷോഭത്തിലോട്ട് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ അല്ലേ, നമുക്ക് ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ എന്തെങ്കിലും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവരികയാണ്. എന്ത് കൊണ്ടുവരികയാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവരികയാണ്. അല്ല, ഇത് ഞാൻ പറയാതെ ഈ ക്വിറ്റിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. റൗണ്ട് ടേബിൾ അവിടെ നിന്നിട്ട് പിന്നെ ക്വിറ്റിൻ്റെ 42 എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് എന്ത് കിടന്നു എന്നൊരു ഐഡിയ വേണ്ടേ? അതാണ് പറയുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവരും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കുറേ നല്ല നിയമങ്ങളുണ്ടെങ്കിലും കുറേ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. റിസർവ് ബാങ്കും കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നുണ്ട്. അതൊക്കെ ഈ സമയത്താണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗവൺമെൻറ്റിലുള്ള പല കാര്യങ്ങളും നമ്മൾ 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം വരുന്നുണ്ട്. നല്ല കാര്യമാണ്. എന്നാലും അതിൽ നമ്മുടെ കോൺഗ്രസ് ഡിമാൻഡ് ചെയ്ത, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഡിമാൻഡ് ചെയ്ത പല കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസ് വീണ്ടും എന്ത് ചെയ്യുന്നു, സമരത്തിലോട്ട് പോകും. അങ്ങനെ 36, 37, 38, 39 കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ സമരങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചു. ഈ 39 ആയപ്പോഴത്തേക്കും നമ്മുടെ ഒരു നേതാവുണ്ട്. 1939 ആയപ്പോഴത്തേക്കും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്, കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ സുഭാഷ് ചന്ദ്രബോസ് തെറ്റിപ്പിരിയുന്നു. കാരണം 39 എന്ത് ആരംഭിക്കുകയാണ്, 2ാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണ്, അല്ലെ, സെക്കൻഡ് വേൾഡ് വാർ ആരംഭിക്കുകയാണ് 39. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പറയും, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന ജർമ്മനിയോടും ജപ്പാനോടും ഒക്കെ ചേർന്നിട്ട് നമുക്ക് ഇംഗ്ലണ്ടിനെ ഫൈറ്റ് ചെയ്യാം. ഞാൻ ചുമ്മാ നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടി പറയുന്നതാണ്. സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇത് തോന്നുന്നില്ല. എന്തായാലും ഗാന്ധിജിയുമായിട്ട് ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടായ സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യുന്നു, തെറ്റിപ്പിരിയുന്നു. 39 ആയപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ പ്രതിസന്ധിയിലാവുന്നു. 2ാം ലോക മഹായുദ്ധം തുടങ്ങി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ജപ്പാൻ ഒരു ശക്തിയായിരുന്നു. ജപ്പാൻ ചൈനയെ പിടിച്ചെടുത്തു. ചൈനയിൽ നിന്ന് നേരെ ഇന്ത്യയിലോട്ട് വന്ന് ഇന്ത്യ പിടിച്ചെടുക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരെ കൂടെ നിർത്താത്ത പക്ഷം 2ാം ലോക മഹായുദ്ധം ജയിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആർക്ക് പ്രഷറായി? ഈ പറയുന്ന ബ്രിട്ടീഷിന് പ്രഷറായി. അങ്ങനെ 1940 ഈ പറയുന്ന എന്താണ്, ലിൻലിത് ഗോ എന്ന് പറയുന്ന വൈസ്രോയി ഓഗസ്റ്റ് ഓഫറൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഓഗസ്റ്റ് ഓഫറും പരിപാടികളൊന്നും നടന്നില്ല. ഓഗസ്റ്റ് ഓഫറും എന്ത് പറ്റി, നമുക്കൊരു ഈ നിങ്ങൾ അതായത് പറഞ്ഞിത്രേ ഉള്ളൂ, എടാ നിങ്ങൾ യുദ്ധം വരികയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ കൂടെ നിൽക്കണം, അതായത് നിങ്ങൾക്ക് അത് കഴിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഡൊമീനിയൻ സ്റ്റേറ്റസ് ഒക്കെ തരാം. എന്ന് വെച്ചാൽ എന്താണ്, ഞങ്ങൾക്കൊരു ഒരു ഒരു ഇംഗ്ലണ്ടിൻ്റെ ഒരു ചെറിയ രാജ്യമാണ് നിങ്ങളെന്ന് പറയുന്ന ഒരു പുത്രിക രാജ്യ പദവി എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് കുറേ സ്വയം ഭരിക്കാനുള്ള അവകാശമൊക്കെ തരാം, നിങ്ങളെ ഭരിച്ചോ, ഞങ്ങൾ മേൽനോട്ടം വഹിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് അങ്ങനെ വശപ്പെടുത്താനൊക്കെ ശ്രമിച്ച് പല പരിപാടി നടക്കുന്നുണ്ട്. അതും കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ട്. കോൺഗ്രസും ഗാന്ധിജിയും ഒക്കെ എന്താണ് ഒറ്റപ്പിടിയിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗൊക്കെ ഒറ്റപ്പിടിയിൽ നിൽക്കുകയാണ്. എന്താണ്, സ്വാതന്ത്ര്യം തരിക, ഇറങ്ങി പോവുക, നീയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല, നിങ്ങൾ ഭയങ്കര ഊട്ടായിപ്പാന്ന് പറയും. അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്യുന്നു, സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ഒരു ക്രിപ്സ് മിഷൻ ഇന്ത്യയിലോട്ട് അയക്കുകയാണ്. ക്രിപ്സ് ആണല്ലോ ലീഡർ. അപ്പോൾ പേരെന്താണ്, ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ വന്ന് 42 നമ്മുടെ ഇന്ത്യയിൽ ഗാന്ധിജി കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ടൊക്കെ ചർച്ച നടത്തുകയാണ്. അപ്പോൾ ചർച്ച നടത്തി. പക്ഷേ ഈ ചർച്ച എന്ത് ചെയ്തു, ഫെയിൽ ചെയ്തു. ഓക്കെ, ഈ ചർച്ച എന്ത് പറ്റി, ഫെയിലായി. അതായത് ഇന്ത്യക്കാർ പറഞ്ഞു, ഒരു കളിയുമില്ല സ്വാതന്ത്ര്യം, നിങ്ങൾ ലോക യുദ്ധമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്കും അറിയാം. ഓക്കെ, അപ്പോൾ ലോക യുദ്ധത്തിൽ നിങ്ങൾ എന്തോ ചെയ്തോ, ഞങ്ങൾ ഇതിനകത്തില്ല, ഇത് നിങ്ങൾ തമ്മിൽ തല്ലി തീർക്കേണ്ട കാര്യം, നിങ്ങൾ ഇവിടെ വന്ന് ഭരിച്ചു എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടാൻ വയ്യ എന്നുള്ളൊരു സ്റ്റാൻഡ് ഇന്ത്യ എടുത്തു. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. കാരണം ലീഡേഴ്സിനൊന്നും അറിയായിരുന്നു എന്താണ് കോൺഗ്രസ് അല്ല ബ്രിട്ടീഷുകാർ ഞങ്ങൾ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ. അടി അവിടെ 2ാം ലോക മഹായുദ്ധം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനി അടിക്കുന്നു, ഇടിക്കുന്നു, പ്രശ്നങ്ങളാവുന്നു. ക്രിപ്സ് മിഷനും ഫെയിലാവുന്നു. അപ്പോൾ ഗാന്ധിജി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതായത് ഗാന്ധിജി ക്രിപ്സിൻ്റെ അടുത്ത് മര്യാദ സംസാരിച്ചു, എടാ ക്രിപ്സെ, നീ എന്ത് ചെയ്യണം, നിങ്ങൾ പോകണം, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ യുദ്ധം ഇവിടെ പോയി ചെയ്തോ, ഞങ്ങൾ വെറുതെ വിട്, ഞങ്ങളെ ഭരിക്കാൻ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പൊക്കോന്ന് പറയുമ്പോൾ ക്രിപ്സ് പറയാനൊന്നും പറ്റൂല, വേണമെങ്കിൽ ഞങ്ങൾ ഓരോ നിയമങ്ങളൊക്കെ പാസ്സാക്കി തരാം, നിങ്ങൾ എന്താ ഞങ്ങളുടെ കൺട്രോളിൽ തന്നെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. കാരണം നിങ്ങൾ അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമൊന്നുമല്ല, നിങ്ങൾ പോരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അങ്ങ് ഇൻസൾട്ട് ചെയ്തു. ഇപ്പോൾ ഗാന്ധിജിക്ക് അങ്ങോട്ട് കലിപ്പായി. ഗാന്ധിജി ഇറങ്ങിയിട്ട് പറഞ്ഞു, ജനങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഉമ്മർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, എന്താണ്, ഡു ഓർ ഡൈ. അങ്ങനെ ഓഗസ്റ്റ് 8, 1942 ഗാന്ധിജി എന്ത് ചെയ്യുന്നു, ക്വിറ്റ് ഇന്ത്യ സമരം പറയും. അതായത് ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, നീയൊക്കെ ഇനി ഇവിടെ വേണ്ട, യു ഗൈസ് ഗോ ഔട്ട്. എന്ത് പറ്റി, ഇട്ടോളണം. അപ്പോൾ അതിന് അവന്മാർ പോകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അതായത് ചത്ത് കിടന്ന് അങ്ങോട്ട് പ്രവർത്തിച്ചു എന്ന് വെച്ചാൽ എന്താണ്, പ്രക്ഷോഭം കൊണ്ട് അങ്ങോട്ട് കടുത്തു. വിഷയം കുറച്ച് സീനായി കയ്യിൽ നിന്ന് പോയി. Here is a mantra, a short one that I give you. You may imprint it on your heart and let it
and let every breath of you give expression to it. The mantra is do or die. അങ്ങനെ 1942 ഓഗസ്റ്റ് 8 നമ്മൾ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിക്കുന്നു. പെട്ടെന്ന് തന്നെ ഇത് ഇന്ത്യ മൊത്തം അങ്ങ് കത്തിക്കയറി എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. അതായത് എല്ലാവരും എന്ത് ചെയ്തു, അതായത് ഗാന്ധിജിക്ക് മനസ്സിലായി ഈ നോൺ വയലൻസ് മാത്രം കൊണ്ടൊന്നും നടക്കത്തില്ല, ഇച്ചിരി നമ്മൾ അങ്ങോട്ടൊരു പവർ കാണിച്ചാലേ അവന്മാർ പേടിക്കുകയുള്ളൂ. ജനങ്ങളെ എന്ത് ചെയ്തു, ആഹ്വാനം ചെയ്ത് വിടുന്നു, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, സമ്പൂർണ്ണ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. നാട് മൊത്തം എന്ത് ചെയ്യുന്നു, വൻ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ എന്ന് വെച്ചാൽ ഈ ആയുധമെടുത്തുള്ള പരിപാടിയല്ല കേട്ടോ, സമരങ്ങളും മറ്റു പരിപാടികളുമാണ്. ബ്രിട്ടീഷ് ഒന്നും നോക്കിയില്ല, ഗാന്ധിജി അടക്കമുള്ള എല്ലാ അതിനെ തൂത്തുവാരി പിടിച്ച് എന്ത് ചെയ്തു, ജയിലിലിട്ടു. എല്ലാത്തിനും പിടിച്ച് എന്ത് ചെയ്തു, ജയിലിലിട്ടു. അപ്പം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും, എല്ലാവരും ജയിലിൽ കിടക്കുകയല്ലേ, ജയിലിൽ കിടക്കുന്ന സമരം ചെയ്യുമെന്ന് വെച്ചപ്പോഴാണ് തെറ്റിയത്. പുതിയ പുതിയ നേതാക്കന്മാർ എന്ത് ചെയ്തു, വരാൻ തുടങ്ങി. സ്റ്റുഡൻസും യൂത്തും വർക്കേഴ്സും സ്ത്രീകളും ഒക്കെ എന്ത് ചെയ്തു, സമരവുമായി മുന്നിലേക്ക് വന്നു അല്ലേ. പണ്ടേ അവർ വന്നു തുടങ്ങി, ഇപ്പം അങ്ങോട്ട് മെയിൻ സംഭവമായി. പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാഫ്, റെയിൽവേ, എല്ലാ സ്റ്റേഷനുകളും അങ്ങനെ സർക്കാർ സംവിധാനങ്ങളെല്ലാം നിശ്ചലമായി. ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി പണി വന്നു. പുതിയ നേതാക്കന്മാർ വന്നു. ജയപ്രകാശ് നാരായൺ, രാം മനോഹർ ലോഹിയ, അരുണ ആസഫ് അലി, സുചിത്ര കൃപലാനി പോലെയുള്ളവരൊക്കെ മുന്നിലേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ ബ്രിട്ടീഷിന് പിടികൊടുക്കാതെ ഒളിപ്പോര് പോലെ എന്ത് ചെയ്തു, ഒളിച്ചിരുന്ന് ഈ പറയുന്ന റേഡിയോ കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ ആൾക്കാരെ എന്ത് ചെയ്തു, ലീഡ് ചെയ്ത് സമരം വളരെ ശക്തമായി മുന്നോട്ട് പോയി. ഓക്കെ, പല സ്ഥലങ്ങളിലും പ്രക്ഷോഭങ്ങൾ വയലൻ്റ് ആയെങ്കിലും പണ്ട് നമ്മുടെ ഈ പറയുന്ന ചൗരി ചൗരയിൽ ഗാന്ധിജി ചെയ്ത പോലെ ഇത്തവണ ഗാന്ധിജി ഒന്നും പറഞ്ഞില്ല, ഗാന്ധിജി മിണ്ടാതിരുന്നു. Although the struggles turned violent in several areas, Gandhiji did not condemn it. അല്ലെ, അദ്ദേഹം എന്ത് പറഞ്ഞു, അതൊന്നും കണ്ടില്ലെന്ന് വെച്ചോ, ഇവന്മാർ അങ്ങനെ വിട്ടാൽ, പണ്ടൊരിക്കൽ ഞാനത് പിൻവലിച്ചു, എനിക്ക് പണി കിട്ടിയതാണ്, പക്ഷേ ഇനിയും ഞാനത് പിൻവലിക്കത്തില്ല, ഞാൻ എന്താണ് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു, പോവും. അപ്പോൾ ആഫ്റ്റർ ദ വേൾഡ് വാർ 2, ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരം. ആഫ്റ്റർ ദ വേൾഡ് വാർ 2, ദ ബ്രിട്ടീഷ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഇന്ത്യ സപ്പോർട്ട് ഇൻക്രീസ്. അതായത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ സപ്പോർട്ട് വേണം. അങ്ങനെ എന്ത് പറ്റി, സ്റ്റഫോർഡ് ക്രിപ്സിൻ്റെ മിഷൻ ഫെയിലാകുന്നു. അങ്ങനെ എന്ത് പറ്റും, ആഫ്റ്റർ ദ വേൾഡ് വാർ 2 എന്ന് വെച്ചാൽ വേൾഡ് വാർ 2 കഴിഞ്ഞിട്ടുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ഓക്കെ, വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന ക്രിപ്സ് മിഷൻ ഫെയിലാവുന്നു. ഗാന്ധിജി പറയുന്നു ഓഗസ്റ്റ് 8, 1942 എന്താണ്, ഓക്കെ, വിഷയം തുടങ്ങുകയാണ്, ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ് സമരത്തിൽ തുടങ്ങുന്നു. അങ്ങനെ ഡിസ്പൈറ്റ് ദ അറസ്റ്റ് ഓഫ് ഗാന്ധിജി ആൻഡ് ദ ടോപ്പ് ലീഡേഴ്സ്, ദ മൂവ്മെൻറ്റ് ക്വിക്ലി സ്പ്രെഡ് നേഷൻ വൈഡ്. അല്ലെ, ഞാൻ പറഞ്ഞു ഗാന്ധിജി അടക്കമുള്ളവർ അറസ്റ്റ് ചെയ്തെങ്കിലും പക്ഷേ അത് നിന്നില്ല. കുട്ടികളും സ്ത്രീകളും വർക്കേഴ്സും ഒക്കെ പങ്കെടുത്തു. അങ്ങനെ എല്ലാം സ്തംഭിച്ചു. അങ്ങനെ എന്ത് പറ്റി മെയിൻ ലീഡേഴ്സ് ഇല്ലാഞ്ഞിട്ട് പോലും ഈ പറയുന്ന സമരം വളരെ ശക്തമായിട്ട് നടന്നു. ജയപ്രകാശ് നാരായൺ, രാം മനോഹർ ലോഹിയ, അരുണ ആസഫ് അലി, സുചിത്ര കൃപലാനി പോലെയുള്ളവർ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്ത് റേഡിയോ കമ്മ്യൂണിക്കേഷനിലൂടെയൊക്കെ എന്ത് ചെയ്തു, ജനങ്ങളിലേക്ക് അയച്ചു. ഓക്കെ, സ്ത്രീകളും എന്ത് ചെയ്തു, നല്ല രീതിയിൽ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, ബോംബെയിലും മറ്റിടത്തും സ്ഥലങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ സമരം വളരെയധികം എന്ത് ചെയ്തു, ശക്തമായി മുന്നേറിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇതാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം എന്ന് പറയും. അപ്പോൾ എന്താണ് ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായിട്ട് മാറി. ഇതിനായി സർ സ്റ്റഫോർഡ് ക്രിപ്സിനെ ഇന്ത്യയിലേക്ക് എത്തിച്ചു. എന്നാൽ ഇന്ത്യയിലെ നേതാക്കന്മാരുമായിട്ട് ചർച്ചയിലൂടെ അനുനയിപ്പിക്കുവാനായിട്ട് സ്റ്റഫോർഡ് ക്രിപ്സ് പരാജയപ്പെട്ടു. സ്റ്റഫോർഡ് ക്രിപ്സ് മിഷൻ ഫെയിലായി. ഇതോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, ബഹുജന പ്രക്ഷോഭമായിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് തുടർന്നു. അങ്ങനെയാണ് എന്ത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രക്ഷോഭത്തോടുകൂടി ഗാന്ധിജി അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്തു, തെരുവിലിറങ്ങി. 42 ഓഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഗാന്ധിജി നടത്തിയ പ്രസംഗമാണ് ഈ മോളിൽ തന്നിട്ടുള്ളത്. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ സമരം എന്ത് ചെയ്തു, തുടങ്ങി. ഗാന്ധിജി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരുടെയും എന്ത് ചെയ്തു, ഈ പറയുന്ന ജയിലിൽ അടച്ചു. എങ്കിലും വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും സ്ത്രീകളും സമരത്തിൽ കൊണ്ടുപോയി. സർക്കാർ സംവിധാനങ്ങളൊക്കെ നിലച്ചു. ജയപ്രകാശ് നാരായൺ, രാം മനോഹർ ലോഹിയ, അരുണ ആസഫ് അലി പോലുള്ള നേതാക്കന്മാർ ഒളിവിലിരുന്നു കൊണ്ട് സമരത്തെ നയിച്ചു. സമരം ശക്തമായി മുന്നോട്ട് പോയി. സമരം പലയിടങ്ങളിലും അക്രമത്തിലേക്ക് എത്തിയപ്പോഴും അക്രമങ്ങളെ അപലപിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. എന്ന് വെച്ചാൽ നോൺ വയലൻസ് ഒക്കെ കുറച്ച് നേരത്തേക്ക് അങ്ങ് മറന്നു അല്ലേ. നമ്മളേതോ സിനിമയിൽ പറയുന്ന പോലെ ഒരുത്തന്നെ വീഴ്ത്താനോ തളർത്താനോ തുടങ്ങിയ എന്ത് ചെയ്യും, എത്തിക്സും കോപ്പും ഒക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുമെന്ന് ഏത് അയ്യപ്പനും കോശിയിലും പറയുന്ന പോലെ. ഭരണകൂടത്തിന്റെ അതിക്രമമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചതെന്നായിരുന്നു ഗാന്ധിജിയുടെ നിലപാട് അല്ലെ. ചുമ്മാ സമരം മര്യാദയ്ക്ക് പോകുമ്പോൾ നീയൊക്കെ ഇങ്ങോട്ട് ലാത്തിയിട്ട് അടിച്ചാൽ, ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണമൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്.
ഞങ്ങൾ തിരിച്ചടിക്കും. അക്രമത്തെ അപലപിക്കണമെന്ന സർക്കാരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ഗാന്ധിജി എന്ത് ചെയ്തു? ജയിലിൽ 21 ദിവസത്തെ നിരാഹാരം പ്രഖ്യാപിച്ചു അല്ലേ. അപ്പോൾ എന്താണ്, ഗാന്ധിജിയും ബ്രിട്ടീഷുകാരുമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ചെറിയ ബഹുമാനമൊക്കെ ഉള്ള വ്യക്തിയാണ്. പറഞ്ഞു എന്താണ്, നിങ്ങൾ ഇതിനെ അപലപിക്കണം, പണ്ടത്തെ പോലെ ഏത് ചൗരിച്ചവരെ പോലെ നിങ്ങൾ ഇതിനെ പിൻവലിപ്പിക്കണമെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ ബുദ്ധിയൊക്കെ ഇറക്കി. ഗാന്ധിജി പറഞ്ഞു നഹി എന്ന് പറഞ്ഞാൽ നഹി ചലേഗി അല്ലേ, അബ് നഹി ചലേഗി, ഇത് നടക്കത്തില്ല. എന്താണ്, എൻ്റെ പിള്ളേരെ തൊട്ടാൽ തിരിച്ചു എന്ത് ചെയ്യും, അവർ അടിക്കും, അതുകൊണ്ട് നീയൊക്കെ സൂക്ഷിക്കണം. അങ്ങനെ ഗാന്ധിജിയെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ അന്ന് ഭയങ്കര വിഷയങ്ങളായി മാറിയെങ്കിലും ഗാന്ധിജി സമരമൊക്കെ നടത്തി. അങ്ങനെ ബ്രിട്ടീഷുകാർ അവിടെ തോറ്റു. അങ്ങനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുകയാണ്, അവരുടെ കയ്യിൽ നിന്ന് ഇന്ത്യയുടെ പിടിമുറുക്കം ശക്തികളൊക്കെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം പെട്ടെന്ന് ശക്തമായെന്ന്. അങ്ങനെ ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തെ തന്നെ ജനങ്ങൾ എന്ത് ചെയ്തു, അടിച്ചു പുറത്താക്കി. എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അവരവിടുത്തെ സ്വയം ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. ബലിയ ഉത്തർപ്രദേശിൽ ഈ പറയുന്ന ചിറ്റു പാണ്ഡെയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു ഗവൺമെൻറ് വരുന്നു. ആകെ 2-3 ദിവസം ഇത് നിലനിന്നുള്ളൂ, എങ്കിലും എന്ത് ചെയ്തു, ഇങ്ങനൊരു സംഭവം നടന്നു. അതായത് ആ നാട്ടിൽ നിന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റിയിട്ട് അവിടെ പല ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു, ബലിയയിൽ ഈ പറയുന്ന ചിറ്റു പാണ്ഡെയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വരുന്നു. മഹാരാഷ്ട്രയിലെ സത്താറയിലും എന്ത് ചെയ്യുന്നു, ഒരു ഭരണകൂടം വരുന്നു. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇത് കുറേ കാലം നീണ്ടു നിന്നു. 45 വരെ ഇത് നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. ഗൂഗിളിൽ 46 എന്നും പറയുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് സ്കൂളുകൾ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതുപോലെ താംലൂക്ക് എന്ന് പറയുന്ന സ്ഥലം, ബംഗാളിലെ താംലൂക്കിലും ഗവൺമെൻറ് വന്നു. ഇവരാണെങ്കിലോ വൻ സെറ്റപ്പാണ്. ഇവർ പട്ടാളം തുടങ്ങി, ഇവർ പോലീസ് തുടങ്ങി, ഇവർ കോടതി തുടങ്ങി, ഇവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി, അവർ റിലീഫ് കാര്യങ്ങളും കോടതികൾ സ്ഥാപിച്ചു. അതുപോലെ ധനസഹായങ്ങൾ നൽകിയ സ്കൂളുകൾക്ക് മിച്ചം വന്ന സാധനങ്ങൾ ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു സൂപ്പർ ഗവൺമെൻറ് ആയിട്ട് തന്നെ എന്ത് ചെയ്തു, താംലൂക്കിലും പോകുന്നു. ഇത് പിന്നീട് മഹാത്മാഗാന്ധി പറയുന്നത് അനുസരിച്ച് എന്ത് ചെയ്യുകയാണ്, ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് മുന്നോട്ട് പോകേണ്ടത് നമുക്ക് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞൊരു ഗവൺമെൻറ് വരെയല്ലേ. അപ്പോൾ നാട്ടു ഗവൺമെൻറ്റിനെയൊക്കെ പിന്നീട് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന എന്തുവാണ് ഈ പറയുന്നത് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ഇന്ത്യക്ക് ഒരു ആർമി ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ആർമി. അപ്പോൾ ആ ഇന്ത്യൻ നാഷണൽ ആർമിയും അതിനുശേഷം ഈ പറയുന്ന സ്വാതന്ത്ര്യത്തോട്ട് കിട്ടിയ കാര്യങ്ങളും അടുത്ത പാർട്ടിൽ പറയാം. 20 മിനിറ്റോളമായി, ഇപ്പോൾ കുറച്ച് ബോറൊക്കെ അടിച്ചു തുടങ്ങി കാണും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ക്ലാസ് നിർത്തുന്നു. ഇന്ന് തന്നെ അടുത്ത പാർട്ട് എന്ത് ചെയ്യും, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് ഉടനെ തന്നെ വരും.